രണ്ടാം ഭാഗത്തിലേക്ക് ഒരു ലീഡ് നൽകി സിനിമ അവസാനിപ്പിക്കുക എന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ട്രെൻഡാണ്. പലതിനും രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുകൂടിയില്ല. മലയാളികൾ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് സിനിമകൾ ഏതെന്ന് നോക്കാം ഇന്നത്തെ റിവേഴ്സ് ക്ലബിൽ. ബിലാൽ അമൽ നീരദിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയായിരുന്നു ബിഗ് ബി. അന്ന് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടിവിയിൽ വന്നപ്പോൾ കൾട്ട് ക്ലാസിക്കായി മാറുന്നതാണ് കണ്ടത്. അങ്ങനെയാണ് ബിഗ് ബിയുടെ രണ്ടാം പാർട്ട് എന്ന ആലോചന വന്നത്. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്നു എന്ന വാർത്ത വരെ കൊറോണയ്ക്ക് തൊട്ടു മുമ്പ് കേട്ടതാണ്. പക്ഷെ വന്നത് ആ കോംബോയിൽ തന്നെയുള്ള ഭീഷ്മപർവമായിരുന്നു. എന്തായാലും ബിലാലിന്റെ രണ്ടാം വരവിനായി എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ജനഗണമന ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത സൂപ്പർ ഹിറ്റ് കോർട്ട് റൂം ഡ്രാമ ചിത്രമായിരുന്നു 2022 റിലീസായ ജനഗണമന. പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന്റെ അവസാനം രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു ലീഡ് തന്നായിരുന്നു അവസാനിപ്പിച്ചത്. ചില സീനുകൾ ഓൾറെഡി ഷൂട്ട് ചെയ്തതുമാണ്. പക്ഷേ രണ്ടാം ഭാഗം എന്ന് വരും എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും അധികം വൈകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രോമാഞ്ചം 2023 പ്രേക്ഷകരെ തിയേറ്ററിൽ പൊട്ടിച്ചിരിപ്പിച്ച ഹൊറർ കോമഡി ചിത്രമായിരുന്നു രോമാഞ്ചം. ഹൈപ്പില്ലാതെ വന്ന ചിത്രം വലിയ വിജയമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. രണ്ടാം ഭാഗത്തേക്കുള്ള ഒരു സൂചനയും ചിത്രം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചിരിയുടെ മാലപ്പഴക്കം തീർക്കുന്ന രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. എന്തായാലും ജിത്തു മാധവന്റെ രണ്ടാം ചിത്ര ആവേശം ഈ അടുത്ത് റിലീസാവാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രോമാഞ്ചം 2 വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിര എല്ലാ ഇന്റർവ്യൂവിലും വിനീത് ശ്രീനിവാസൻ നേരിടുന്ന ചോദ്യമാണ് തിര 2 എന്ന് വരും എന്നുള്ളത്. ശോഭന, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ തിര വിനീതിന്റെ യൂഷ്വൽ ട്രാക്ക് വിട്ടുള്ളൊരു ത്രില്ലർ ചിത്രമായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ 3 പാർട്ടായി വരും എന്ന് അനൗൺസ്മെന്റും ചെയ്തിരുന്നു. എന്നാൽ ആദ്യ ഭാഗം വേണ്ടത്ര വിജയമാവത്ത് കൊണ്ടായിരിക്കാം ഇതുവരെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടില്ല. ഇനിയൊരു രണ്ടാം ഭാഗം ഇറങ്ങുമോ എന്ന് വലിയ പ്രതീക്ഷയുമില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മലക്കോട്ടെ വാലിബൻ 2024 ആദ്യം തിയേറ്ററുകളിലെത്തിയ ഈ ലിജോ മോഹൻലാൽ ചിത്രം വലിയ പരാജയമാണ് നേരിട്ടത്. ആദ്യ ദിനം തന്നെ വലിയ തരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസാണ് ചിത്രത്തിന് ലഭിച്ചത്. ക്ലൈമാക്സിൽ രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡ് നൽകിയാണ് ചിത്രം അവസാനിപ്പിച്ചത്. അതല്പം എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു എൻഡ് കൂടിയായിരുന്നു. ആദ്യ ഭാഗം പരാജയമായതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വന്നാൽ എന്തായിരിക്കും രണ്ടാം ഭാഗം എന്നറിയാൻ ഒരു കൗതുകവുമുണ്ട്. ദൃശ്യം 3 ദൃശ്യം 2വിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ജോർജ് കുട്ടിയും പോലീസും തമ്മിലുള്ള ബുദ്ധി കൊണ്ടുള്ള പോരാട്ടം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 3യുടെ സൂചനകൾ ജിത്തു ജോസഫും നൽകിയിട്ടുണ്ട്. വൈകാതെ ഈ പ്രൊജക്റ്റ് ഓണാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട്, എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞ ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.